ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓയിലേഴ്സ് ടോർഷൻ ഫംഗ്ഷൻ കോൺഗ്രുവൻസസ്. ഈ രണ്ട് ടോപ്പിക്സും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ്. ഫസ്റ്റ് ഓയിലേഴ്സ് ടോർഷൻ ഫംഗ്ഷൻ. Euler's torsion function, which is also called the phi function, which counts the number of positive integers less than n that are co-prime to n. That is, phi of n is the number of m belongs to n such that 1 less than or equal to m less than n and GCD of m and n equal to 1. For example, ഇവിടെ നമുക്ക് phi of 4 എന്താണെന്ന് നോക്കാം. Phi of 4. അപ്പോൾ ആദ്യം 4ൽ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കണം. 1, 2, 3. സോ 4നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ആദ്യം നമ്മൾ GCD of 1 and 4 നോക്കാം. GCD of 1 and 4 is 1. സോ ഇവിടെ നമുക്ക് 1ഉം 4ഉം റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് പറയാം. അതുപോലെ GCD of 2 and 4 എന്ന് പറയുന്നത് 2 ആണ്. സോ 2ഉം 4ഉം റിലേറ്റീവ്ലി പ്രൈം അല്ല. ആൻഡ് GCD of 3 and 4 വിച്ച് ഈസ് ഓൾസോ 1. സോ ഇവിടെ 3ഉം 4ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ ഇവിടെ 4ൽ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 4നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്ന രണ്ട് നമ്പേഴ്സാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് phi of 4 equal to 2 ആണെന്ന് പറയാം. Next, properties. For a prime p, phi of p equal to p minus 1. അതായത് p ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ phi of p equal to p minus 1 ആയിരിക്കും. Then for a prime p, phi of p raised to n equal to p raised to n minus p raised to n minus 1. And third one, if a and b are relatively prime, then phi of a into b equal to phi of a into phi of b. അതായത് ഇവിടെ എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ ദാറ്റ് മീൻസ് GCD of a and b 1 ആവുന്ന കേസിൽ phi of a into b എന്ന് പറയുന്നത് phi of a into phi of b ആയിരിക്കും. ഇനി എയും ബിയും റിലേറ്റീവ്ലി പ്രൈം അല്ല എങ്കിൽ phi of a into b എന്ന് പറയുന്നത് phi of a into phi of b into d by phi of d ആയിരിക്കും. ഇവിടെ d എന്ന് പറയുന്നത് GCD of a and b ആണ്. നെക്സ്റ്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. പ്രീവിയസ് ഇയർ പ്രോബ്ലംസ്. ഫസ്റ്റ് വൺ, let phi denote the Euler torsion function, then phi of 1024 is equal to options. ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് phi of 1024 കാൽക്കുലേറ്റ് ചെയ്യണം. സോ ആദ്യം നമുക്ക് 1024നെ ഫാക്ടറൈസ് ചെയ്യാം. 1024 ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ 2 വെച്ച് ഫാക്ടറൈസ് ചെയ്താൽ 512 വരും. അഗെയിൻ 2 വെച്ച് ചെയ്താൽ 256. അഗെയിൻ 2 വെച്ച് ചെയ്താൽ 128. then 64. then again 2 വെച്ച് ചെയ്താൽ 32. അഗെയിൻ ഇവിടെ 2 വെച്ച് ചെയ്താൽ 16. then 8. then 4. then 2 and 1. സോ ഇവിടെ നമുക്ക് 1024നെ 2 raised to 10 എന്ന് എഴുതാൻ പറ്റും. സോ phi of 1024 equal to phi of 2 raised to 10. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് phi of p raised to n equal to p raised to n minus p raised to n minus 1. ഈ ഫോമുലയാണ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 raised to 10 മൈനസ് 2 raised to 9. ഇവിടെ 2 raised to 10 എന്ന് പറയുന്നത് 1024 ആണ്. 2 raised to 9 512 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1024 മൈനസ് 512, ദാറ്റ് ഈസ് ഈക്വൽ ടു 512. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് n ഫോർ വിച്ച് phi of n നോട്ട് ഈക്വൽ ടു n by 2. അത് ക്വസ്റ്റ്യനിലുള്ള മിസ്റ്റേക്കാണ്. phi of n നോട്ട് ഈക്വൽ ടു n by 2 എന്നാണ് വേണ്ടത്. for phi is the Euler function is ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ phi of n നോട്ട് ഈക്വൽ ടു n by 2 ആവുന്ന n ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കിവിടെ ഓരോ ഓപ്ഷനായിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ്റെ കേസ് phi of 2 ഒരു പ്രൈം നമ്പർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് phi of p ഈക്വൽ ടു p മൈനസ് 1 എന്ന് പറയുന്ന ഫോമുല യൂസ് ചെയ്യാം. സോ phi of 2 ഈക്വൽ ടു 2 മൈനസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി അതിനെ നമുക്ക് 2 by 2 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ഈ phi of 2നെ നമുക്ക് n by 2 ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയാം.
നെക്സ്റ്റ് ഓപ്ഷൻ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഇതാണ്, ഫൈ ഓഫ് പി റേസ് ടു എൻ ഈക്വൽ ടു പി റേസ് ടു എൻ മൈനസ് പി റേസ് ടു എൻ മൈനസ് 1. അതായത് ഇവിടെ ഫൈ ഓഫ് 4ന് നമുക്ക് ഫൈ ഓഫ് 2 സ്ക്വയർ എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ മൈനസ് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. സോ ഇവിടെയും നമുക്ക് 4/2 എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് n/2 ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. തേർഡ് ഓപ്ഷൻ്റെ കേസ് ഫൈ ഓഫ് 6 ഈക്വൽ ടു 6നെ നമുക്ക് 2 ഇൻറ്റു 3 എന്ന് എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് 2 ഇൻറ്റു 3. ഇവിടെ 2ഉം 3യും റിലേറ്റീവ്ലി പ്രൈമാണ്. സോ അതിനെ നമുക്ക് ഫൈ ഓഫ് 2 ഇൻറ്റു ഫൈ ഓഫ് 3 എന്ന് എഴുതാം. ഫൈ ഓഫ് 2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1 ആണ്, ഫൈ ഓഫ് 3 2 ആണ്. സോ 1 ഇൻറ്റു 2 ഈക്വൽ ടു 2, ബട്ട് വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 6/2. 6/2 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ ഹിയർ 2 നോട്ട് ഈക്വൽ ടു 3. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഫൈ ഓഫ് 6നെ n/2 ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാം. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഫോർത്ത് ഓപ്ഷൻ്റെ കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഫൈ ഓഫ് 8 ഈക്വൽ ടു ഫൈ ഓഫ് 2 ക്യൂബ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ക്യൂബ് മൈനസ് 2 സ്ക്വയർ, ദാറ്റ് ഈസ് 8 മൈനസ് 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അതിനെയും നമുക്ക് 8/2 അതായത് n/2 ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് n/2 ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത n ഏതെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ 6 ആണ്, ഓപ്ഷനിൽ വരുന്ന 6 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് ഫൈ ഡിനോട്ട് ദ Euler-Torsion ഫംഗ്ഷൻ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് നെസസറിലി ട്രൂ? ഓപ്ഷൻ 1, ഫൈ ഓഫ് പി ഈക്വൽ ടു പി മൈനസ് 1 whenever p is a prime. Second one, phi of m into n equal to phi of m into phi of n for all positive integers m and n. Third one, phi of p raised to r into q raised to s equal to phi of p raised to r into phi of q raised to s, where p and q are primes and p not equal to q. Fourth one, phi of n is either 1 or an even number for all n. അപ്പോൾ ഇവിടെ Euler-Torsion ഫംഗ്ഷൻ്റെ കേസിൽ ശരിയല്ലാത്ത പ്രോപ്പർട്ടി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫൈ ഓഫ് പി ഈക്വൽ ടു പി മൈനസ് 1 whenever p is a prime, അത് കറക്റ്റ് പ്രോപ്പർട്ടിയാണ്. ആൻഡ് സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കിയാൽ ഫൈ ഓഫ് എം ഇൻറ്റു എൻ ഈക്വൽ ടു ഫൈ ഓഫ് എം ഇൻറ്റു ഫൈ ഓഫ് എൻ ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എം ആൻഡ് എൻ എന്നാണ് പറയുന്നത്. നമ്മൾ ആക്ച്വലി പറഞ്ഞു എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ മാത്രമാണ് ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നത്. സോ എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ കേസിലും അത് ശരിയല്ല. സോ ഇത് ആക്ച്വലി തെറ്റായൊരു പ്രോപ്പർട്ടിയാണ്. ദെൻ തേർഡ് ആൻഡ് ഫോർത്ത് പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞാൽ തേർഡ് പ്രോപ്പർട്ടി ശരിയാണ് ആക്ച്വലി. അതുപോലെ തന്നെ ഫോർത്ത് പ്രോപ്പർട്ടി അതും കറക്റ്റ് പ്രോപ്പർട്ടിയാണ്. സോ ഇവിടെ Euler-Torsion ഫംഗ്ഷൻ്റെ കേസിൽ ശരിയല്ലാത്ത പ്രോപ്പർട്ടി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു കൗണ്ടർ എക്സാമ്പിൾ നോക്കാം. ഫൈ ഓഫ് 2 ഇൻറ്റു 4 അത് ആക്ച്വലി ഫൈ ഓഫ് 8 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് 2 ക്യൂബ്. So that is equal to 2 cube minus 2 square, that is equal to 8 minus 4, that is equal to 4. But phi of 2 into phi of 4, phi of 2 is actually 1 and phi of 4 is phi of 2 square, that is 2. So 1 into 2 equal to 2. So ഇവിടെ നമുക്ക് phi of 2 into 4 എന്ന് പറയുന്നത് not equal to phi of 2 into phi of 4 എന്ന് പറയാം. ദാറ്റ് ഈസ് ഇവിടെ 2ഉം 4ഉം റിലേറ്റീവ്ലി പ്രൈം അല്ലാത്തത് കൊണ്ടാണ് ആക്ച്വലി ആ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാത്തത്. സോ ഈ കേസിൽ എല്ലാ ഇൻറ്റിജേഴ്സിൻ്റെ കേസിലും ആക്ച്വലി ആ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് ഫൈ ഡിനോട്ട് ദ Euler-Torsion ഫംഗ്ഷൻ, ദെൻ ഫൈ ഓഫ് 187 ഈക്വൽ ടു ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് 187നെ 11 ഇൻറ്റു 17 എന്ന് ഫാക്ടറൈസ് ചെയ്യാം. സോ ഫൈ ഓഫ് 187 ഈക്വൽ ടു ഫൈ ഓഫ് 11 ഇൻറ്റു 17. ഇവിടെ 11ഉം 7ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് 11 ഇൻറ്റു ഫൈ ഓഫ് 17, ദാറ്റ് ഈസ് ഈക്വൽ ടു 11 മൈനസ് 1 ഇൻറ്റു 17 മൈനസ് 1 സിൻസ് 11 ആൻഡ് 17 ആർ പ്രൈംസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 16, ദാറ്റ് ഈസ് ഈക്വൽ ടു 160. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, കോൺഗ്രുവൻസ്. Given integers a, b, m with m not equal to 0, we say that a is congruent to b modulo m, which is written as a is congruent to b mod m if m divides a minus b. അതായത് ഇവിടെ a is congruent to b mod m എന്ന് പറയുകയാണെങ്കിൽ a minus b is divisible by m ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ 9 is congruent to 4 mod 5. അപ്പം നമുക്കറിയാം 9 minus 4,
9 മൈനസ് 4 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 5 ആണ്. ആൻഡ് ഈ 5 ഈ 9 മൈനസ് 4നെ ഡിവൈഡ് ചെയ്യുമെന്ന് പറയാം. 5 ഡിവൈഡ്സ് 5 ആണ്. സോ 9 ഈസ് കോൺഗ്രുവൻറ്റ് ടു 4 mod 5. നെക്സ്റ്റ് എക്സാമ്പിൾ 19 ഈസ് കോൺഗ്രുവൻറ്റ് ടു 4 mod 3. ഇവിടെ നമുക്കറിയാം 19 മൈനസ് 4 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 15 ആണ്. ആൻഡ് 3 divides 15 ആണ്. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് 19 ഈസ് കോൺഗ്രുവൻറ്റ് ടു 4 mod 3. നെക്സ്റ്റ് റിസൾട്ട്സ്. A is congruent to A mod n. Second one, A is congruent to B mod n implies that B is congruent to A mod n. It actually B ആണ്. A is congruent to B mod n implies that B is congruent to A mod n. Third one, A is congruent to B mod n, B is congruent to C mod n implies that A is congruent to C mod n. അതായത് A congruent to B mod n ഉം B congruent to C mod n ആണെങ്കിൽ A is congruent to C mod n ആയിരിക്കും. Fourth one, A is congruent to B mod n, C is congruent to D mod n implies that A plus C is congruent to B plus D mod n. Next one, A is congruent to B mod n, C is congruent to D mod n implies that AC is congruent to BD mod n. Next one, A is congruent to B mod n implies that AC is congruent to BC mod n. Next one, A is congruent to B mod n implies that A raised to K is congruent to B raised to K mod n where K equal to 1, 2, etc. Next one, if AC is congruent to BC mod n, then A is congruent to B mod n by D, where D is the GCD of C and N. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് മെയിൻലി വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പം പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യാനുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ലീനിയർ കോൺഗ്രുവൻസ്. എ കോൺഗ്രുവൻസ് ഓഫ് ദ ഫോം AX congruent to B mod m, where A is not congruent to 0 mod m and A, B, M greater than 0 are fixed integers is called a linear congruence. അതായത് AX congruent to B mod m ഫോമിലുള്ള കോൺഗ്രുവൻസ് റിലേഷനാണ് ആക്ച്വലി ലീനിയർ കോൺഗ്രുവൻസ് എന്ന് പറയുന്നത്. അവിടെ A is not congruent to 0 mod m ആയിരിക്കണം ആൻഡ് A, B, M are greater than 0. നെക്സ്റ്റ് വരുന്നത് സൊല്യൂഷൻസ് ഓഫ് ലീനിയർ കോൺഗ്രുവൻസ്. If AX1 is congruent to B mod m, then X equal to X1 is a solution of AX congruent to B mod m. അതായത് AX1 congruent to B mod m ആണെങ്കിൽ നമുക്ക് X1 AX congruent to B mod m ൻ്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് പറയാൻ പറ്റും. So if X1 is a solution, then X1 plus Km is also a solution. X1 ഒരു സൊല്യൂഷൻ ആണെങ്കിൽ കോൺഗ്രുവൻസ് ലീനിയർ കോൺഗ്രുവൻസിൻ്റെ ഒരു സൊല്യൂഷൻ ആണെങ്കിൽ X1 plus Km ഒരു സൊല്യൂഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് X1 plus Km is congruent to X1 mod m. നെക്സ്റ്റ് കോൺഗ്രുവൻറ്റ് ആൻഡ് ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ്. Integers which satisfies the given linear congruence modulo m and belong to the same residue class are called congruent solutions. അതായത് ഇവിടെ ഒരു ഗിവൺ ലീനിയർ കോൺഗ്രുവൻസ് മോഡുലോ എം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻറ്റിജേഴ്സ് എല്ലാം സെയിം റെസിഡ്യൂ ക്ലാസ്സിലാണ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ ആക്ച്വലി കോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻറ്റിജേഴ്സ് ഡിഫറെൻറ്റ് റെസിഡ്യൂ ക്ലാസ്സിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് എന്ന് പറയാം. സോ അപ്പോൾ എന്താണ് റെസിഡ്യൂ ക്ലാസ് എന്നറിയണം. സോ റെസിഡ്യൂ ക്ലാസ്, ദ റെസിഡ്യൂ ക്ലാസ് ഓഫ് എ മോഡുലോ എം ഓർ congruence or equivalence class of A modulo m is set of all x such that x congruent to A mod m. അതായത് x congruent to A mod m ആ കോൺഗ്രുവൻസ് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വാല്യൂസ് ആണ് ആക്ച്വലി റെസിഡ്യൂ ക്ലാസ് ഓഫ് A modulo m എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് congruent to A modulo m. ദാറ്റ് ഈസ് residue class of A modulo m equal to set of all m q plus A such that q belongs to Z. Now there is an important result. If D divides B, where D is the GCD of A and M, then the linear congruence AX congruent to B mod m has exactly D incongruent solution modulo m. അപ്പോൾ AX congruent to B mod m എന്ന് പറയുന്ന ലീനിയർ കോൺഗ്രുവൻസിന് സൊല്യൂഷൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ GCD ഓഫ് A ആൻഡ് M എന്ന് പറയുന്നത് ഡിയും ഈ D ഡിവൈഡ്സ് ബിയും ആണെങ്കിൽ നമുക്ക്
AX congruent to B mod M എന്ന് പറയുന്ന ലീനിയർ കോൺഗ്രുവൻസിന് എക്സാക്ട്ലി ഡി ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. So they are of the form t plus m by d, t plus 2m by d, etc. t plus d minus m by d, where t is the solution of a by d x congruent to b by d mod m by d. So problems. Which of the following is a solution for x in the congruence relation 127 raised to 12 is congruent to x mod 12? ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്ന കോൺഗ്രുവൻസ് റിലേഷൻ്റെ സൊല്യൂഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമുക്കറിയാം 127 ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 mod 12 ആണ്. ദാറ്റ് ഈസ് 127 മൈനസ് 7 ഈസ് ആക്ച്വലി 120. 120 ഈസ് ഡിവിസിബിൾ ബൈ 12. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് 127 ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 mod 12. സോ 127 raised to 12 is congruent to 7 raised to 12 mod 12. But here we have 7 square which is 49, which is congruent to 1 mod 12. 49 minus 1 is 48, which is divisible by 12. So 7 square is congruent to 1 mod 12. So 7 raised to 12 can be written as 7 square raised to 6, which is congruent to 1 raised to 6 mod 12. So here we have 127 raised to 12 is congruent to 7 raised to 12 mod 12, but 7 raised to 12 is congruent to 1 mod 12. So by the property of the congruence, we can say that 127 raised to 12 is actually congruent to 1 mod 12. So ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? First one, 2 raised to 12 is congruent to 1 mod 21. 2 raised to 12 is congruent to minus 1 mod 21. 2 raised to 10 is congruent to minus 1 mod 21. 2 raised to 10 is congruent to 1 mod 21. So ഇവിടെ നമുക്ക് 2 raised to 12 ആക്ച്വലി നോക്കാം. We have 2 raised to 6 is congruent to 1 mod 21. So 2 raised to 12 equal to 2 raised to 6 square, which is congruent to 1 square mod 21 by the property of the congruence. That is 2 square is congruent to 1 mod 21. So ഇവിടെ നമുക്ക് പറയാൻ പറ്റും 2 raised to 12 is congruent to 1 mod 21 എന്നാണ് കിട്ടിയത്. സോ ഇവിടുത്തെ ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. Next question. Which of the following congruence equation has a solution? First one, 2x congruent to 3 mod 4, 3x congruent to 4 mod 5, 4x congruent to 5 mod 10, 5x congruent to 2 mod 10. അപ്പോൾ ഇതിൽ ഏതൊക്കെ കോൺഗ്രുവൻസ് ഇക്വേഷനാണ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓരോ ഓപ്ഷനായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ്റെ കേസ് GCD of 2 and 4 എന്ന് പറയുന്നത് 2 ആണ്, which does not divide 3. So we can say that ഓപ്ഷൻ എ ഹാസ് നോ സൊല്യൂഷൻ. അതുപോലെ GCD of 3 and 5, 3 and 5 ഈസ് 1. 1 ഡിവൈഡ്സ് 4 ആണ്, അത് 4നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ കോൺഗ്രുവൻസ് റിലേഷന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. തേർഡ് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ GCD of 4 and 10 2 ആണ്, ബട്ട് 2 ഡസ് നോട്ട് ഡിവൈഡ് 5. സോ വി ക്യാൻ സേ ദാറ്റ് ഓപ്ഷൻ സി ഹാസ് നോ സൊല്യൂഷൻ. ആൻഡ് ഓപ്ഷൻ ഡി GCD of 5 and 10 എന്ന് പറയുന്നത് 5 ആണ്, വിച്ച് ഡസ് നോട്ട് ഡിവൈഡ് 2. സോ വിച്ച് ഹാസ് നോ സൊല്യൂഷൻ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എനി പ്രൈം പി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? ഫസ്റ്റ് വൺ, p factorial is congruent to minus 1 mod p. Second one, p factorial is congruent to 1 mod p. Third one, p plus 1 factorial is congruent to 1 mod p. Fourth one, p minus 1 factorial is congruent to minus 1 mod p. ഇവിടെ നമ്മൾ ആക്ച്വലി വിൽസൺ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ആക്ച്വലി തന്നത്. ഇഫ് p is a prime number then p minus 1 factorial is congruent to minus 1 mod p. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്.